ഒരുപാട് ആൾക്കാർ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു സംഭവമാണ്, സാർ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എൻട്രൻസിന് പഠിക്കുകയാണ്, പക്ഷേ എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, നന്നായി പഠിക്കുന്നുണ്ട്, ഞാൻ വേണ്ടത്ര ഇമ്പ്രൂവ് ആവുന്നില്ല. 400 കഴിഞ്ഞ പ്രാവശ്യം വന്നത്, ഇത്തവണ 600 എത്തുന്നില്ല, ഒരു 520 530 ഇങ്ങനെ നിൽക്കുകയാണ്, സാർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ വെൽക്കം ടു അജ്മൽസ് ക്ലാസ് റൂമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില സ്റ്റഡി ടെക്നിക്സിനെ കുറിച്ചും നമ്മുടെ പഠനം എഫക്റ്റീവ് ആക്കാനുള്ള ചില മാർഗ്ഗങ്ങളെക്കുറിച്ചാണ്. എസ്പെഷ്യലി റിപ്പീറ്റേഴ്സാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പോലും എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും. ഓക്കെ, സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഒരു ക്രക്സ് എന്താണ്, എന്തുകൊണ്ട് പഠിക്കുന്നുണ്ട് മാർക്ക് കിട്ടുന്നില്ല, അല്ലേ? ഇതാണല്ലോ ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്റ്റഡിയിങ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ നടത്തുന്നുണ്ട്. എന്താ സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് എടുക്കുന്നു, വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നോട്ട് നമ്മൾ എഴുതുന്നു, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ടെക്സ്റ്റുകൾ ഫുൾ ഹൈലൈറ്റഡ് ആയിരിക്കും, അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് ആക്ച്വലി നോട്ട് ട്രാൻസ്ലേറ്റിംഗ് ടു ലേണിംഗ്. ഈ സ്റ്റഡിയിങ് എന്നുള്ള പ്രോസസ്സ് ലേണിംഗ് എന്നുള്ള പ്രോസസ്സിലോട്ട് മാറുന്നില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്നുള്ളത്. എന്താണ് സ്റ്റഡിയിങ്? സ്റ്റഡിയിങ് ഈസ് എ ഫിസിക്കൽ പ്രോസസ്സ്. നമ്മൾ പുസ്തകം എടുക്കുന്നു, തുറക്കുന്നു, വായിക്കുന്നു, നോട്ട് എഴുതുന്നു, ഇതൊക്കെ ഫിസിക്കൽ പ്രോസസ്സാണ്. ഈ ഫിസിക്കൽ പ്രോസസ്സ് ലേണിംഗ് എന്നുള്ളത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്, നമ്മുടെ ബ്രെയിനിൽ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഈ കോഗ്നിറ്റീവ് പ്രോസസ്സിലോട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, കാരണം എന്താണ്? കാരണം അവിടെ നമ്മൾ നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു 15 കിലോ അല്ലെങ്കിൽ 20 കിലോ കല്ലെടുത്ത് ഉയർത്താമെന്ന് വിചാരിക്കുക. ഞാൻ നാളെ പോയി അല്ലെങ്കിൽ ഇപ്പോൾ പോയിട്ട് കല്ലെടുത്ത് ഉയർത്താമെന്ന് എന്നെക്കൊണ്ട് സാധിക്കുമോ? ഇല്ല. മേ ബി ഞാൻ ഒരാഴ്ച എടുത്ത് അല്ലെങ്കിൽ 2 ആഴ്ച എടുത്ത് ഞാൻ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഞാൻ അതിനു വേണ്ടി ജിമ്മിൽ പോയി എൻ്റെ മസിൽസൊക്കെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിലോ ഐ വിൽ ബി ഡൂയിങ് ബെറ്റർ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യവും. നമ്മുടെ ബ്രെയിനിന് നമ്മൾ വർക്ക് കൊടുക്കാതിരുന്നാൽ എക്സാം ഹാളിൽ പോയിട്ട് ആ ബ്രെയിൻ വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അല്ല സർ, അപ്പോൾ ഈ ടെക്സ്റ്റ് വായിക്കുന്നതോ നോട്ട് വായിക്കുന്നതോ ഈ പ്രോസസ്സുകളൊക്കെ നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുന്നതല്ലേ? അല്ല, അവിടെ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നില്ല, അവിടെ റെക്കഗ്നീഷൻ എന്നുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആദ്യം വായിക്കുന്നത് ഇസ് ഓക്കെ, ദെൻ നിങ്ങൾ മറന്നു പോകും, സ്വാഭാവികമായിട്ടും നമ്മൾ മറന്നു പോകും. ആ മറവിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ റിവൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതെങ്കിൽ അവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ഒരു ബയോളജി എക്സാമ്പിളായി എടുക്കുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ്, എന്താ പറയുക, മൈറ്റോകോൺട്രിയ ഇസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. അതെനിക്കറിയാം, ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആനിമൽ സെൽസ് ഹാവ് സെൽ വാൾ, പ്ലാന്റ് സെൽസ് ഡസൻറ്റ് ഹാവ് സെൽ വാൾ. ഇത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അന്ന് അറിയാം, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെക്കഗ്നീഷനാണ് നടക്കുന്നത്. ആക്ച്വലി എക്സാം ഹാളിലെത്തിയിട്ട് പ്ലാന്റ് സെൽസിനാണോ ആനിമൽ സെൽസിനാണോ സെൽവാൾ ഇല്ലാതെ ഏതിനാണ് സെൽവാൾ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ വട്ടം കറങ്ങിപ്പോവും, കൺഫ്യൂസ്ഡ് ആയി. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ ഇതേപോലെ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം എന്താ? അവിടെ നമുക്ക് തോന്നുന്നു, നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാം എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്നു. അതാണ് റെക്കഗ്നീഷൻ എന്നുള്ളത്, അല്ലേ? അവിടെ ആക്ച്വലി ലേണിംഗ് നടക്കുന്നില്ല. കാരണം നമ്മുടെ ബ്രെയിൻ ജസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ബ്രെയിനിനൊരു എഫേർട്ട് അവിടെ ഇടുന്നില്ല. അപ്പോൾ ബ്രെയിനിന് എഫേർട്ട് ഇടാത്തോളം കാലം നമ്മുടെ നമ്മുടെ ബ്രെയിനിൽ കാര്യമായി ഒന്നും ഇൻടേക്ക്, അതായത് എൻകോഡിങ് എന്ന പ്രോസസ്സ് നടക്കില്ല. ഇനി ആവശ്യമായി എൻകോഡ് ചെയ്ത സാധനം ആവശ്യത്തിന് തിരിച്ചെടുക്കണം എക്സാമിന്. റിട്രീവൽ എന്നാണ് ആ പ്രോസസ്സിൻ്റെ പേര്. ഇതൊന്നും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എൻകോഡിങ്ങും റിട്രീവൽ എന്തില്ല, നടക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇതാണ് എസെൻഷ്യലി ഉള്ള പ്രശ്നം. നമ്മൾ ആക്റ്റീവ് ലേണേഴ്സ് അല്ല, പാസീവ് ലേണേഴ്സാണ്. എന്താ പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? അങ്ങനെ പഠിക്കുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ആക്ച്വലി നോട്ട്, നമ്മുടെ ബ്രെയിനിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്താ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബ്രെയിനിന് നമ്മൾ എഫേർട്ട് കൊടുത്ത് പഠിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയാം. ഞാൻ 2-3 ടെക്നിക്സ് ആക്റ്റീവ് ലേണിംഗുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ, ഫ്രീ റീകോൾ. ഇതാണ് ഫ്രീ റീകോൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങളുടെ ബുക്കൊക്കെ മറിച്ച് വെച്ചിട്ട് നിങ്ങൾ സ്വയം പറയാൻ ശ്രമിക്കുക, എന്താണ് നിങ്ങൾ പഠിച്ചത് എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഇതാണ് ഫ്രീ റീകോൾ. ഫ്രീ ആയിരുന്നു റീകോൾ ചെയ്യുക. എന്താ ഈ ഒരു പ്രോസസ്സിൻ്റെ ഗുണം? നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുകയാണ്, അല്ലേ? നിങ്ങളുടെ ബ്രെയിനോട് അത് ഓർമ്മിച്ച് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടെ ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിന് നമ്മൾ വർക്ക് കൊടുക്കുന്നു. എന്നിട്ട് എന്താ നടക്കുന്നത്? നമ്മൾ മേ ബി അതിലൊരു 50% 60% നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, 50 to 60% എനിക്കറിയാം, ബാക്കി 40% എനിക്കറിയില്ല. ഈ അറിയാത്ത കാര്യം എന്താ ചെയ്യേണ്ടത്?
ഈ അറിയാത്ത കാര്യം മേ ബി ടെക്സ്റ്റ് ബുക്ക് നോക്കണം, നോട്ട് ബുക്ക് നോക്കണം. പലപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്ക് 15 തവണ വായിക്കണം, 20 തവണ വായിക്കണം എന്നൊക്കെ നീറ്റ് ആസ്പിറൻസ് പറയാറുണ്ട്. ശരിക്കും വേണോ? വേണ്ട എന്നാണ് ഒരു അഭിപ്രായം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രീ റീകോൾ നടത്തുകയാണെങ്കിൽ ആ 40% നമ്മൾ മേ ബി ഒരു ചാപ്റ്ററിൽ വായിക്കേണ്ടി വരിക, ചാപ്റ്റർ ഫുള്ള് വായിക്കേണ്ടി വരില്ല. അടുത്ത തവണ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ, നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത് വീണ്ടും ടെക്സ്റ്റും നോട്ടും വായിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല. ഇറ്റ് ഷുഡ് ബി മോസ്റ്റ്ലി ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സ്. ഈ പറഞ്ഞ ഫ്രീ റീകോൾ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. രണ്ടാമത്തത് ടെസ്റ്റ് ടേക്കിംഗ്, പരീക്ഷകൾ എഴുതുക. പല എൻട്രൻസ് കുട്ടികളും ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, സർ ഞാൻ പരീക്ഷ എഴുതില്ല. എന്താ കാരണം? ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കാതെ ഞാൻ പരീക്ഷ എഴുതില്ല. പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ടൂളാണ് പരീക്ഷ, എക്സാം എന്നുള്ളത്. അല്ലാതെ നമുക്ക് 100 മാർക്ക് വാങ്ങാൻ അല്ലെങ്കിൽ 100% മാർക്ക് വാങ്ങാനുള്ള എന്തോ ഒരു സംഭവമല്ല എക്സാം എന്നുള്ളത്. ഞാൻ 1 റാങ്ക് കിട്ടാതെ പരീക്ഷ എഴുതില്ല, ഞാൻ മുഴുവൻ പഠിക്കാതെ പരീക്ഷ എഴുതില്ല. ഒന്നും പഠിച്ചില്ലെങ്കിലും പരീക്ഷ എഴുതണം. കാരണം പരീക്ഷയിൽ ആക്ച്വലി നമ്മുടെ ബ്രെയിനിന് നമ്മൾ വർക്ക് കൊടുക്കുകയാണ്. ചിലപ്പോൾ 20% മാർക്ക് കിട്ടുള്ളൂ, 30% മാർക്ക് കിട്ടുള്ളൂ. ബട്ട് യു റിയലൈസ് ദാറ്റ് ആ 30% നിങ്ങൾക്കറിയാം, ബാക്കി 70% അറിയില്ല. പരീക്ഷ എഴുതാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഈ വിവരം കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവ് ലേണിംഗ് മെക്കാനിസത്തിൽ ഒന്നാണ് എക്സാം ടേക്കിംഗ് എന്നുള്ളത്. അതേപോലെ തന്നെ സമ്മറൈസേഷൻ. നമ്മളൊരു കാര്യം ആലോചിച്ചിട്ട് നമ്മൾ സമ്മറീസ് തയ്യാറാക്കാൻ ശ്രമിക്കും. സമ്മറീസ് തയ്യാറാക്കുമ്പോൾ ടെക്സ്റ്റ് നോക്കിയിട്ട് മെയിൻ പോയിന്റ്സ് നോക്കിയിട്ടല്ല സമ്മറീസ് ഉണ്ടാക്കേണ്ടത്. അത്തരം നോട്ട് മേക്കിംഗ് ആക്ച്വലി പാസീവ് ലേണിംഗ് ആണ്. അല്ലാത്ത രീതിയിൽ നമ്മൾ സ്വയം ഇരുന്ന് സമ്മറീസ് ഉണ്ടാക്കുക. ഇതൊക്കെ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ എൻട്രൻസ് ഓറിയൻറ്റഡ് സ്റ്റുഡൻസിനായിട്ട് ഈ ഒരു വിഷയത്തിൽ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സിൽ ഞാനൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ബിക്കമിങ് 3x ലേണേഴ്സ് എന്നാണ് ആ വർക്ക്ഷോപ്പിൻ്റെ പേര്. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ താഴെ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നിലും പിൻ ചെയ്ത കമൻറ്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട്. ഇത് വിൽ ബി എ സ്മോൾ ഫീ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. കാരണം ഇതിന് താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് വരേണ്ടത്. ഒരുപാട് കുട്ടികൾ ഓൾറെഡി ഇതിൽ മുൻപ് പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സിലോട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ എക്സാംസിന് നമുക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക. അൺലെസ് അതർവൈസ് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യില്ല, നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. വി തിങ്ക് ദാറ്റ് വി സ്റ്റഡി, നമ്മൾ ഒരുപാട് സമയം ഇടുന്നുണ്ട്, പക്ഷേ ആ സമയത്തിൻ്റെ എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, താങ്ക്സ് ലോട്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വർക്ക്ഷോപ്പിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല ചാനലിലൂടെ കൂടുതൽ വീഡിയോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്മോൾ ഭാഗങ്ങൾ വരും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് കാണാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.